ഒന്നുമില്ല. എന്തുണ്ട്? എന്താന്ന് പറയേ. എനിക്കൊരു പേടി. എന്തിന്? നേരത്തെ വീടിന് പുറത്തു വെച്ചേ നീ തിരിച്ചു പോന്നൂന്ന് പറഞ്ഞപ്പോ പോകാൻ പറഞ്ഞാ മതിയായിരുന്നു. വഴിയെ പോയ വയ്യാവേലിയാണോ വിളിച്ച് വീട്ടിൽ കയറ്റിയെന്ന് ഒരു സംശയം. അതുകൊള്ളാലോ. കൊള്ളാനൊന്നുമില്ല. നിന്റെ സന്തോഷമൊക്കെ കണ്ടിട്ട് എനിക്കൊരു സംശയമില്ലാതില്ല. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഗൗതം ഇപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് വരും. അവന് ഞാനായിരിക്കും വിളമ്പി കൊടുക്കുന്നത്. കേട്ടല്ലോ? ആ, അവന്റെ ഇഷ്ടോ അനിഷ്ടോ ഒക്കെ അറിഞ്ഞു പെരുമാറാനും ഭക്ഷണം കൊടുക്കാനും എനിക്കറിയാം. അതില് നീ കേറി ഇടപെടരുത്. ശരി. പിന്നെ ഇടയ്ക്ക് കേറിയിട്ടേ ആ കറി ഞാൻ ഉണ്ടാക്കിയതാ, പുളിശ്ശേരിക്ക് പുളിയുണ്ടോ മോനെ, അത് എന്റെ കൈപുണ്യമാ എന്നൊന്നും പറഞ്ഞ് എഴുന്നള്ളിക്കണ്ടേ. എന്തോന്നും ഇങ്ങനെ മൂളുന്നത്? സമ്മതിച്ചൂന്ന്. അതിന്റെ മൂളല. ഒരു വശപ്പിശക മൂളല്. അതുകൊണ്ട് ചോദിച്ചതാ. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഇത്രയും നാളും നിന്നെ ഗൗതം നിർമ്മലാമ്മ എന്നല്ലേ വിളിച്ചത്? നീ ഇനി മൂളണ്ട. വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞോണം. കേട്ടല്ലോ? ഓ, മിക്കവാറും ഇന്ന് തന്നെ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. കേട്ടല്ലോ? ചോദിച്ചതിന് മറുപടി പറയടി. ഇത്രയും കാലം നിന്നെ നിർമ്മലാമ്മ എന്നല്ലേ വിളിച്ചിരുന്നത്? അതെ. ആ, ഇപ്പൊ എന്താ അവൻ അതിലെ നിർമ്മല അങ്ങ് കട്ട് ചെയ്ത് അമ്മേ അമ്മയെന്ന് വിളിക്കുന്നത്? നീ എങ്ങാനും രഹസ്യമായിട്ട് നീയാണ് അവന്റെ പെറ്റമ്മയെന്ന് അവനോട് പറയാൻ മറ്റോ ചെയ്തോ? ഇല്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ദേ നോക്ക് നിർമ്മലെ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഇനിയിപ്പോ ഗൗതം കേറി നിന്നെ അമ്മ എന്ന് തന്നെ വിളിക്കുകയാണെന്ന് വെച്ചോ, നീ അപ്പോ എന്താ പറയേണ്ടതെന്നറിയോ? അതിപ്പോ എന്താ? വിളി കേക്കും. എന്തോന്ന് പറഞ്ഞു വിളി കേക്കും? വിളി കേൾക്കരുത് എന്നു പറഞ്ഞാ വിളി കേട്ടു പോകരുത്. നീ അവനോട് പറയണം, നിന്റെ അമ്മ പാർവതിയാണെന്നും ആ അമ്മയെ മാത്രമേ അമ്മയെന്നു വിളിക്കാവൂന്നു. ഓക്കെ? നിന്നെ നിർമ്മലാമ്മന്ന് വിളിച്ചാ മതിയെന്ന് അവനോട് പറയണം. എന്തു പറയുന്നു? സമ്മതിച്ചോ? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും സത്യത്തിൽ ഞാൻ തന്നെയല്ലേ പാറു അവന്റെ പെറ്റമ്മ. ഓ, നശിപ്പിച്ചു, സർവ്വത് നശിപ്പിച്ചു. ഇവള് കുടം കൊണ്ട് ഉടയ്ക്കുന്ന എല്ലാ ലക്ഷണവും ഇല്ല പാറു, ഞാൻ പറഞ്ഞു നോക്കാം. പക്ഷെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. സർവ്വതും ഉണ്ടാക്കി നിരത്തി കഴിഞ്ഞല്ലോ. വാമോനെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കെ. ഇതെല്ലാം അമ്മ ഉണ്ടാക്കിയാണോ? പിന്നെ എല്ലാം പാർവതി തനിച്ചുണ്ടാക്കിയതാ. ഞാനൊന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നെ എന്തേലും ചെയ്യാൻ പാർവതി സമ്മതിച്ചിട്ട് വേണ്ടേ? എന്താ, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആ, സത്യമല്ലേന്ന് എടുത്തു ചോദിച്ചപ്പോ തന്നെ മനസ്സിലായി അതിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന്.